സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളാണ് ചർച്ചയാവുക. പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നേരത്തെ സുജിയ പറഞ്ഞ പോലെ അപ്പോഴേക്കും രാഷ്ട്രീയ വിഷയങ്ങൾ കേരളത്തിൽ പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാകാറുണ്ട്. ഇത്തവണ അത്തരത്തിൽ നിരവധി വിവാദ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസം എന്ന് വെച്ചാൽ CPM-നെ സംബന്ധിച്ച് ഈ ഭൂരിപക്ഷ വോട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു പിടിക്കാനായി ആഗോള അയ്യപ്പ സംഗമം നടത്തിയ അതിനുശേഷം തൊട്ടു പിന്നാലെ വന്ന ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ആ അന്വേഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ചർച്ചകളിൽ നിന്നും അല്പമെങ്കിലും കാര്യങ്ങൾ വഴിമാറ്റാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗികാരോപണങ്ങൾ ഒരു ഘടകമായിട്ടുണ്ട്. അത് CPM-നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ കേസിലും ഇപ്പോൾ എത്തി നിൽക്കുന്ന കാര്യം അത് പാർട്ടി പുറത്താക്കിയെന്ന നടപടിക്ക് ശേഷം എന്താണ് അറസ്റ്റ് ഉണ്ടാക്കാത്തത്, പോലീസ് ഇത്ര ദിവസം എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ഈ 10-ാം ദിവസം ചോദിക്കുമ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ ഇന്നാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം വരുന്നത്. അപ്പോഴും കോടതിയിൽ ഈ കേസുകളിൽ എടുക്കുന്ന കോടതിയുടെ നിലപാട് എന്താകും എന്നുള്ളതൊരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രതിക്ക് പറയാനുള്ളതും കൂടി കേൾക്കും എന്നുള്ളതാണ്. പൂർണ്ണമായും കേൾക്കപ്പെടാതെ ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെടരുത് എന്നൊരു വാചകം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കൺസെൻഷ്യൽ ബന്ധമാണ് എന്ന് തന്നെ അയാൾ സമ്മതിച്ചുകൊണ്ട് തന്നെ അതിൽ റേപ്പ് നടന്നിട്ടില്ല എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ആ നിർബന്ധിത ഗർഭചിത്രം തെളിയിക്കാനായാൽ കേസിൻ്റെ സ്വഭാവം മാറും. SITയെ സംബന്ധിച്ച് രണ്ടാമത്തെ FIR-മായി ബന്ധപ്പെട്ട് മൊഴി ലഭിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇതുവരെയും ആ യുവതി മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ഇതിനിടയ്ക്കാണ് റിനി ആദ്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തിയ റിനിക്ക് വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, കൊല്ലുമെന്ന ഭീഷണി വരുന്നു എന്നുള്ളതൊക്കെ. ഇതൊക്കെ തന്നെയും പോലീസുമായി ബന്ധപ്പെട്ടാണ്, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. അവർ നൽകേണ്ട സംരക്ഷണമാണ്, അവർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ചർച്ചയാകും എന്നുള്ളതാണ്.